ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് പിന്നാലെ വലിയ തോതിലുള്ള ആഭ്യന്തര കലഹം ആണ് പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണ്. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പത്തനംതിട്ട ബിജെപിയിൽ അമർഷം രൂക്ഷമാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് പ്രവർത്തകരുടെ പ്രതിഷേധം. പി.സി. ജോർജിന് അനുകൂലമായി FB പോസ്റ്റ് ഇട്ട കർഷക മോർച്ച ജില്ലാ അധ്യക്ഷനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ശശി നാരായണൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശശി, ഈ അനിൽ ആന്റണിക്കെതിരെ വലിയ പടയൊരുക്കം എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. ഇതിൽ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമോ? ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അഭിലാഷേ, ബിജെപിയുടെ A ക്ലാസ് മണ്ഡലമായിട്ടാണ് ബിജെപി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ബിജെപി പ്രവർത്തകർ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഈ ഇലക്ഷന് മുന്നോടിയായി തന്നെ ഒരു സജ്ജമായി ഒരു പാർട്ടി പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. അതിനിടയിലാണ് ഈ പാർട്ടിയിൽ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കാത്ത, ഒരുപക്ഷെ അവര് നേതാക്കന്മാർ പോലും മനസ്സിലുണ്ടാകാത്ത ഒരു സ്ഥാനാർത്ഥി, അതായത് അനിൽ ആന്റണി എന്ന് പറയുന്ന ഈ പുതിയ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ച അനിൽ ആന്റണിയാണ് ഇപ്പം ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പത്തനംതിട്ട പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് വലിയ അതൃപ്തി ഈ പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം പി.സി. ജോർജിനെയാണ് സ്വാഭാവികമായും അവർ പ്രതീക്ഷിച്ചത്. ജില്ലാ നേതൃത്വത്തിൽ ആദ്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റിയിൽ പ്രധാനമായും K. സുരേന്ദ്രന്റെയും അതുപോലെ തന്നെ ശ്രീധരൻപിള്ളയുടെയും പേരുകളാണ് നിർദ്ദേശിച്ചിരുന്നത്. അതിന് പകരമായി പിന്നീട് പി.സി. ജോർജ് എത്തുകയും പി.സി. ജോർജിന് അനുകൂലമായ ഒരു താല്പര്യവും പ്രവർത്തനവും ഒക്കെ ബിജെപി പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പി.സി. ജോർജ് തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു പ്രവർത്തകർക്കുണ്ടായത്. അപ്രതീക്ഷിതമായാണ് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. അത് വലിയ ഒരു അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. അത്തരം അതൃപ്തിയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്യാം തട്ടയിൽ എന്ന് പറഞ്ഞ കർഷക മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ഫേസ്ബുക്കിലൂടെ ഇത്തരമൊരു ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. തുടർന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ സമാനമായ രീതിയിൽ പ്രവർത്തകർക്കിടയിൽ ഒരു അതൃപ്തി ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ബിജെപിയിലുണ്ട്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചുള്ള സുരേന്ദ്രൻ മത്സരം സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചൊരു മണ്ഡലമാണ്, വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. പി.സി. ജോർജ് അത് അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. ശബരിമല വിഷയമുണ്ടായ സമയത്തൊക്കെ വലിയ അനുകൂലമായി തന്നെ നിന്ന ഒരു നിലപാടാണ് പി.സി. ജോർജ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പി.സി. ജോർജ് മത്സരിക്കണം എന്നൊരു താല്പര്യം പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. അത് പ്രതീക്ഷിക്കാതെ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് പ്രവർത്തകർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയത്. എന്തായാലും ഒരു പരസ്പരം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിലെയും അവർ പരസ്പരം നേതാക്കന്മാരെയും ഈ അതൃപ്തി പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി അനിൽ ആന്റണി മണ്ഡലത്തിലെത്തും. വൈകിട്ടോടുകൂടി പാർട്ടി ഓഫീസിലെത്തുന്നത് തുടർ നടപടികൾ പ്രവർത്തകരുമായി ആലോചിച്ച് മുന്നോട്ട് പോകാനാണ് പാർട്ടി ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ചില ആളുകൾക്ക് മാത്രമാണ് ഇത്തരം ചില അതൃപ്തി ഉള്ളത്. അത് സംഘടനാപരമായുള്ള ഇലക്ഷൻ സമയത്തുണ്ടാകുന്ന സ്വാഭാവിക ഒരു നടപടി എന്ന നിലയ്ക്ക് തന്നെയാണ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. പക്ഷെ പരസ്യ പ്രചരണം നടത്തിയതിനെതിരെയാണ് ശ്യാം തട്ടലിനെതിരെ ഇത്തരം ഒരു നടപടി ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അഭിലാഷേ, പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം നേരത്തെ വ്യക്തമായിരുന്നു. പക്ഷേ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി പി.സി. ജോർജ് എത്തും എന്നുള്ളതായിരുന്നു പൊതുവെ ഒരു വിലയിരുത്തൽ. അവിടെയാണ് അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായി എത്തിയത്. അതോടെ ബിജെപിക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ, ചിലർ പരസ്യമായി തന്നെ അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. പത്തനംതിട്ടയിൽ